ഗുഡ് മോർണിംഗ് കാലി. എന്താ ലേറ്റ് ആയത്? രാജ്മോഹന്റെ വീട്ടിൽ പോയി ലൈറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഒന്നും അല്ലെങ്കിൽ ഇത്രയും പ്രായമായല്ലോ. ഇത് ഈ കഴുതോട് പറഞ്ഞിരുന്നെങ്കിൽ പോയി ലൈറ്റ് ഇട്ടിട്ട് വന്നനെ. ആടി വന്നോളൂ 9:30 മണിക്ക്. ആട്ടിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? ഇപ്പോഴും നല്ല ചുറുചുറുക്കാ. ഇന്നിപ്പോ കാര്യം ഞൊട്ടിയായിട്ട് വന്നിട്ട് എന്താന്ന് നീ ഒരു വാക്ക് ചോദിച്ചു? അതിനിപ്പോ ചോദിക്കാനുണ്ടോ? അടിച്ച് ഫിറ്റായിട്ട് ആരെങ്കിലും കടയിൽ പോയി മുട്ടിയിട്ടുണ്ടോ? അവരെ അവസരം മേടിച്ചിട്ടുണ്ടാവും. ഇത് ഇയാൾ പറഞ്ഞു തന്നെ ഞങ്ങൾ അറിയണമെന്നുണ്ടോ? ഡെയിലി സംഭവിക്കുന്നല്ലേ? നിർത്തുന്നുണ്ടോ? വേറെ ഒരു പണിയില്ലാത്തോണ്ട് കാലത്തന്നെ ഒച്ചപ്പാടുണ്ടാക്കുക. എന്തിനാ 100? ഞണ്ണണ്ടേ? നിങ്ങൾക്കല്ല ആ പാവം കഴുതയ്ക്ക്. അതേ കഴുതയ്ക്ക് തന്നെ. അതിനോട് ചോദിക്ക്, അതിന് എന്താ ആവശ്യം വെച്ചാൽ വാങ്ങിച്ചു കൊടുക്ക്. ബെസ്റ്റ് ബേക്കറിയിൽ നല്ല പിസ വാങ്ങിച്ചു കൊടുക്കുക. അതിന് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ കഴുത. അങ്ങനെ കഴുതയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോ നൈസായിട്ട് നിങ്ങളും കൂടെ കഴിച്ചു. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഒരു തന്നെ പോലും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നിനക്കും കഴുതയ്ക്കും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കില്ല. കഴുത നീ നോക്കിക്കോ, കാശിങ്ങിതാ, ഞാൻ പോയി ഞെണ്ണാം. കാലി, മെയിൻ റോഡിൽ നിന്നുള്ള ട്യൂബ് തൊട്ട് ഇവിടെ മണ്ഡപത്തിലേക്കുള്ള ലൈറ്റ് വരെ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി കണക്ഷൻ മാത്രം കൊടുത്താൽ മതി. എല്ലാ ജോലിയും തീർത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഇതുവരെ നയാ പൈസ വാങ്ങിക്കാതെ ഇത്രയും പരിപാടി ഇവിടെ ചെയ്തത്. പൈസ തന്നിട്ടേ ഇനി കണക്ഷൻ കൊടുക്കുന്നു പോയി പറ. അതെയോ? കല്യാണപ്പെണ്ണിന്റെ അച്ഛനെ കാണുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം അന്വേഷിക്കുന്നു. കല്യാണ മണ്ഡപത്തിൽ മൊത്തം നോക്കിട്ട് അയാളെ കണ്ടില്ല. മൈക്ക് എടുത്തിട്ട് അങ്ങനെ വിളിച്ച്. ഹലോ, മൈ ചെക്ക് 1 2 3. പ്രിയമുള്ള നാരായണൻ അവറുകളെ, മണ്ഡപത്തിന്റെ സമീപത്ത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം മൈക്ക് സെറ്റ് ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് വരണമെന്ന് കാലി താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞുട്ടി വിളിച്ചു മതി. എടോ നാരായണ, എവിടെ പോയിരിക്കടോ? ഇപ്പൊ ഞാൻ 1 2 3 എണ്ണുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ വന്ന് നിന്നിരിക്കണം. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് അറിയാലോ? എന്തിനാടാ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ എന്നെ നാണം കെടുത്തുന്നേ? ഓ, നാണോ മാനൊക്കെ ഉണ്ടല്ലേ തനിക്ക്? മണ്ഡപത്തിൽ കയറുമ്പോ തന്നെ പൈസ തരണമെന്ന് പറഞ്ഞല്ലേ? എന്റെ എവിടെ? കല്യാണത്തിന് സംഭാവന വരുമല്ലോ. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിന്റെ പൈസ ഞാൻ തരുമല്ലോ. എന്താന്ന്? കല്യാണത്തിന് സംഭാവന? അതേ കാലി, എന്റെ 4 മക്കളുടെയും കല്യാണത്തിന് ഇങ്ങനെ പ്ലാൻ ചെയ്താണ് അടിപൊളിയായിട്ട് സംഭാവന കിട്ടിയാൽ ഉടനെ എല്ലാം സെറ്റിൽ ചെയ്ത് പറഞ്ഞുവിടും. ഇത് സ്ഥിരം പരിപാടിയല്ലേ, ഒന്നും വിഷമിക്കാനില്ല കാലി. ഒന്ന് സമാധാനപ്പെട്. ഇതുപോലെ നാട്ടുകാരെ പിരിവിട്ട് കല്യാണം നടത്തലും ഭേദം ഒന്നാമത്തെ കുട്ടി ജനിച്ചപ്പോ തന്നെ തനിക്ക് പരിപാടി അവസാനിപ്പിക്കാൻ പാടില്ല. അതൊക്കെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാന്നുണ്ട്, ശരിയാ. പക്ഷെ ഇത് ചെയ്തത് നീയാ ഉത്തരവാദി. ഇതല്ല എനിക്ക് ശീലമായതാ. പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ പറ. കാലി വേഗം ഒന്ന് കണക്ഷൻ കൊടുക്കുന്നേ. മുഹൂർത്തത്തിനുള്ള സമയമായി. ഓ, ദേ വരുന്നേ. എന്നാ പിന്നെ എല്ലാം കൊടുത്ത് തൊലക്കേ, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? കൊടുക്കടാ. പെണ്ണു വീട്ടുകാർ ആരെങ്കിലും പിരിവ് തരാനുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അതെ, താൻ എഴുതിക്കോ, ഞാൻ വാങ്ങിച്ചോളാം പൈസ. എനിക്ക് പിരിവ് തരാനുള്ളവർക്കെല്ലാം തരാം. ധാരാളമായിട്ട് തരാം. അരിക്കട സോമസുന്ദർ 1001 രൂപ. ഈ നാരായണന്റെ ബുദ്ധി കൊള്ളാം കേട്ടോ. ഹരിക്കട സോമസുന്ദരം പെണ്ണ വീട്ടുകാർക്ക് വേണ്ടി 1001 രൂപ. കൊടുക്ക. 1 രൂപ മാത്രമല്ലേ ഉള്ളൂ ഇത്? നീ എന്താ വിചാരിച്ച? 1001 രൂപ തരാന്ന് പറഞ്ഞിട്ട് 1001 രൂപ ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നാരായണ് 2 മാസം മുമ്പാണ് 1000 രൂപയ്ക്ക് അരി വാങ്ങിയത്. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ കാര്യം എനിക്കേ അറിയൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ 1 രൂപ തന്നിട്ട് 1001 രൂപ എഴുതാൻ പറഞ്ഞത്. എന്നാ ശരി. നീ അവനൊക്കെ വലിയ പുള്ളിയാ. നിങ്ങൾ നോയിക്കൊണ്ടിരിക്കാതെ വായിക്കാൻ നോക്കുന്നേ. കാശിന്റെ പരിപാടിയൊക്കെ ശരിയാക്കി തരാം. എന്റെ വായി നോക്കി നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുന്നേ. വായിക്കുന്നേ. വരുന്നു. എല്ലായിടത്തും ഒരുപോലെ തന്നെ പറഞ്ഞോണ്ടിരിക്കുമല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആരും ഇട്ട് പറയുന്നുമില്ല. എന്റെ അമ്മാവ താനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? വരുന്ന ആളുടെ തെക്കേടത്ത് ഡിക്സൺ 1011 രൂപ. 1011 രൂപ. 1011 സാർ. എന്തോന്ന് പൈസ? ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്ത് അണ്ടർസ്റ്റാൻഡിംഗ് ചേട്ടാ? നാരായണേട്ട എന്റെ വീട്ടിൽ കല്യാണത്തിന് വന്നു. 1011 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞാനിവിടെ കല്യാണത്തിന് വന്നു. അതേ 1011 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പോന്നു. ഞങ്ങള് പരസ്പരം കാശൊന്നും കൊടുക്കില്ല. ഒരു സന്തോഷം. ക്യാഷുമായിട്ട് വരുന്നവരാണ്. സെബാസ്റ്റ്യൻ പറഞ്ഞു. നിങ്ങൾ സംഭാവന കിട്ടിയ എനിക്ക് പൈസ തരാന്നല്ലേ പറഞ്ഞു. ഇപ്പൊ കിട്ടിയ പൈസ നിങ്ങൾ മേളക്കാരനും മൈക്കാരനും എല്ലാം വീതം വെച്ചാച്ച് വന്ന് നിൽക്കുമല്ലേ? ഇപ്പൊ ഞാൻ ഒരു പമ്പര വിഡ്ഢിയെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. എന്നെ പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് അടുത്ത ആഴ്ച തന്നെ. നിങ്ങളെ പണയം വെച്ചാൽ ഒരിടത്തൊന്നും 1 രൂപ പോലും കിട്ടുകയല്ല. എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? നിങ്ങൾ ഇവിടുത്തെ വലിയ സംഭവം പണക്കാരനാ എന്നൊക്കെ. എടോ, കാശ് തരുന്നത് വരെ തന്റെ മകള് തന്റെ വീട്ടിൽ തന്നെ നിക്കട്ടെ, മനസ്സിലായോ? ബാക്കി കാര്യങ്ങളൊക്കെ തരാനുള്ളത് തന്നിട്ട് തീരുമാനിക്കും. എന്താ ഈ പറയുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ എന്റെ മോളുടെ ഭാവി നന്നായിരിക്കണമെങ്കിലേ പറഞ്ഞ വാക്കനുസരിച്ച് കാശ് തരണം. ഇല്ലെങ്കിൽ ഈ മൂതവിയെ എന്റെ വീട്ടിൽ കയറ്റുകയല്ലേ? തെണ്ടിയിട്ടെങ്കിലും താൻ കൊണ്ടുപോടോ പൈസ. വാക്കുകൾ അളന്നു മുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് പോവാൻ പറ്റില്ല. നീ ആരടാ? ഞാൻ ആരായാലെന്തോ, തനിക്ക് വേണ്ടത് കാശല്ലേ? എന്താ നീ തരുമോ കാശ്? അതേടാ ഞാൻ തരാൻ പോവാ. സ്ഥലം വേറെ ആയിരുന്നെങ്കിൽ
നിനക്ക് തരാൻ പോകുന്ന ഈ സെറ്റിൽമെന്റിന്റെ സ്റ്റൈല് ഞാൻ മാറ്റിയനെ. ഓർത്ത് പിരിക്കാൻ ഞാനെന്താ പിച്ചക്കാരനാ? അവരിതിലും ഭേദാടോ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നാണോ ഇല്ലാതെ പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. തെരുവ് ദണ്ടികൾക്ക് നക്കാപ്പിച്ച കൊടുത്ത് ഒഴിവാക്കാറില്ലേ? ഈ നക്കാപ്പിച്ച തന്റെ കയ്യിലിരിക്കട്ടെ. ഡോ, ഇത് പൈസയല്ല, ഇവരുടെ കണ്ണുനീരിന്റെ വിലയാ. ഇനി മോതിരോ മാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ പറഞ്ഞ് താൻ ഈ പെങ്കൊച്ചിനെ ടോർച്ചർ ചെയ്തൊന്ന് ഞാൻ അറിഞ്ഞ പിന്നെ മോതിരം തന്റെ വിരലും ഉണ്ടാവില്ല, മാല ഇടാൻ തന്റെ ഈ കഴുത്തും ഉണ്ടാവില്ല. വെട്ടിക്കളയും ഞാൻ. പെങ്കൊച്ചിനെ മര്യാദയ്ക്ക് നോക്കണോ. കാലി, വളരെ നന്ദിയുണ്ട് കാലി. എന്റെ കുടുംബത്തിന്റെ മാനം കാത്തു. നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ഗതി എന്തായനെ. നീ കാരണം അവൾക്കൊരു ജീവിതം കിട്ടി. നീ വിഷമിക്കണ്ട. നിനക്ക് തരാനുള്ള പണം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നോളാം. ഒന്നും വേണ്ട നാരായണ, ഒന്നുമില്ലെങ്കിൽ ഒരു പെങ്കൊച്ചിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. കിട്ടിയ കാശെല്ലാം വേണ്ടാന്ന് വെച്ചു. അതുകൊണ്ട് ടച്ചിങ്സ് ഇല്ല. എന്താ സാറേ ഇത്? നിങ്ങൾ 3 പേരുണ്ടല്ലോ, ഈ 2 ഗ്ലാസ് മതിയാവോ? അവൻ കുടിക്കാല. അപ്പൊ ഈ 3 എന്തിനാ? ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കില്ലടേ. ഓഹോ, അയ്യോ എന്താ സാറേ ഇത്? വെള്ളം ഒഴിക്കാതെ ഗുമാന്ന് കുടിക്കുന്നല്ലോ. ദാ ഇപ്പൊ നോക്കടേ, രണ്ടും ഇപ്പൊ മിക്സ് ആയില്ലേ? ഇനിയൊന്ന് കുലിക്ക് കൊടുത്താ സംഗതി ഓക്കെ. മിസ്റ്റർ മാമ പിറ്റ തോന്നുന്നു. അതുകൊണ്ടാ മര്യാദക്ക് മിസ്റ്റർ അതൊക്കെ വിളിക്കണ്ടേ. അധികം മര്യാദ കൊടുത്താ ഇനി പ്രശ്നമാവും. മാമൻ അവർക്കില്ലേ, എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്നതാ? വെള്ളം അടിക്കുന്നതിന് മുമ്പ് ഇവന്റെ കയ്യിൽ 10 വിരലുകൾ ഉണ്ടായിരുന്നു. അത് വെള്ളം അടിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെ 11 വിരലായി മാറി? കരി, നീ കടിച്ചിത്തിരി കൂടിപ്പോയി. അവന്റെ കയ്യാ 10 വിരൽ മാത്രം. അതിനൊന്നുണ്ടെന്ന് ഞാൻ പറയുന്നു. പെറ്റി വെക്കാൻ എന്റെ കയ്യിലെന്നാ ഉള്ളേ? ഒരു ക്വാർട്ടർ ബെറ്റ്. മാമ, അവൻ അടിച്ച് നല്ല പോക്കിറ്റിയായിട്ടിരിക്കുക. ധൈര്യമായിട്ട് പന്തയം വെച്ചോ. വെക്കാല്ലേ? ഓക്കെ. 1 ക്വാർട്ടറിൽ 2 ക്വാർട്ടറും വെച്ചു. നീ തോറ്റ ഞങ്ങൾക്ക് 2 പേർക്ക് ഹാഫ്. അതെ. ഓക്കെ, നീ വിരലേ എനിക്ക്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. 10 പറഞ്ഞു നോക്കട്ടെ. 10 9 8 7 6 6 + 5 എത്ര? 11. അതിനല്ലേ ഞാൻ പറഞ്ഞേ. സമ്മതിക്കത്തില്ല. 1 2 3 4 5 6 7 8 9 10. 10 അല്ല, ഞാൻ എണ്ണിത്തരാം. 10 9 8 7 6 6 5 എത്രയാ? 11. അതിനല്ലേ ഞാനും പറഞ്ഞേ. 10 9 8. മര്യാദക്ക് വെളിയിലെ പോടാ. നീയാണോടാ? എന്താടാ നിന്റെ ഏരിയയിലെ പെണ്ണുങ്ങളെ കൈവച്ച നീയൊക്കെ ഒലത്തോടാ? ഒരടി അടിച്ചാലുണ്ടല്ലോ നിന്റെ വാരിയിൽ കലങ്ങും. എന്താടാ 4 അടി പൊക്കം മാത്രമുള്ള നീ എന്നൊക്കെ ഒരു പണിയോടാ? അടിച്ചു നോക്കടാ, അടിയടാ. ഇതൊക്കെ ഒരു തുടക്കം മാത്രം. ബോംബ് പൊട്ടാൻ പോകുന്നേ. സൈഡിലോട്ടിരുന്നിട്ട് കാഴ്ച കാണാൻ നോക്ക്. എന്റെ ഏരിയയിലെ പെൺകുട്ടിയെ കൈവച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചു അല്ലേ?